വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ ഏത്തപ്പഴം കൊണ്ടാണ്. ഏത്തപ്പഴം കൊണ്ട് പല രീതിയിലുള്ള സ്നാക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഏത്തപ്പഴം വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്നാക്സ് ആയിട്ട് നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. വരുമോ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോയാണ്. നമ്മൾ കൊഴുക്കട്ട വേറെ പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നേന്ത്രപ്പഴം കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോയാണ്. അത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ പഴം ഒന്ന് നമുക്ക് ആവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ പഴം വേവിക്കാനായിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം. പഴം വെന്ത് കഴിയുമ്പോൾ ഈ തൊലിയൊക്കെ ഇങ്ങനെ വെടിച്ച് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ പഴം